ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാരായണി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമ്മയുടെ തൃശ്ശൂർ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. അതിനായിട്ട് ഇഞ്ചി തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിലേക്ക് ചെറുതായിട്ട് വേണം ഇഞ്ചി കട്ട് ചെയ്യാനായിട്ട്. ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിന് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പുളിവെള്ളമാണ്. പുളി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1.25 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ്. അത് നമ്മൾ പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക, കല്ലുപ്പ്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെക്കുക. ഇതങ്ങനെ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പിഴിഞ്ഞ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇഞ്ചി പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു വെളുത്തുള്ളി ഫുള്ള് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ആ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിച്ചാറ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാരം അടിയാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിച്ചാറ് നേരത്തെ പിഴിഞ്ഞ് വെച്ചത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എണ്ണ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.